പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ആണ്ടിൻ്റെ രണ്ടാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. കർത്താവിൻ്റെ ദാസിദാസന്മാരെ, ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ പ്രഭാതവും ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും എല്ലാ ദൈവദാസിമാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. കഴിഞ്ഞ ഒരാണ്ട് 2025 ആരംഭം നാം പ്രവേശിച്ചു. ഒരാണ്ട് നമ്മെ ദൈവം നന്നായി നടത്തുവാനിടയായി. നമുക്കാവശ്യമായ എല്ലാ നന്മകളെ തന്നു, സമാധാനം തന്നു, സന്തോഷം തന്നു, ആയുസ്സിനെ കരുതുവാനിടയായി, ആരോഗ്യത്തെ ദൈവം നൽകുവാനിടയായി. കണ്ണിനെ കണ്ണുനീരിൽ നിന്നും കാലിനെ വീഴ്ചയിൽ നിന്നും പ്രാണനെ മരണത്തിൽ നിന്നും നമ്മെ വിടുവിച്ചു. 2026 ഈ രണ്ടാം പ്രഭാതം കാണുവാൻ ദൈവം ഭാഗ്യമൊരുക്കിയല്ലോ. കർത്താവിൻ്റെ ദാസിദാസന്മാരെ, പ്രാർത്ഥനയോടുകൂടെ ദൈവവചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കഴിഞ്ഞ നാളുകളിൽ നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന എന്നെയും സ്തോത്രം, സഭയെയും ഞങ്ങളുടെ കുടുംബത്തെയും തലമുറകളെയും എല്ലാം ദൈവം കരുതുവാനിടയായി. ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുവാനെല്ലാം ദൈവം എളിയവനെയും ഓരോ ദിവസം ബലപ്പെടുത്തുന്നതിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന വലിയ ഒരു അനുഗ്രഹം തന്നെയാണ്. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥന, വിലപ്പെട്ട പ്രാർത്ഥന ഈ എളിയവൻ ചോദിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഈ പ്രഭാതവും വചന സന്ദേശത്തിലേക്ക് പ്രവേശിക്കാം. 54 സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പാടുന്നു. 54 സങ്കീർത്തനം 4 വാക്യത്തിൽ പറയുന്നു, ഇതാ ദൈവം എൻ്റെ സഹായകനാകുന്നു, കർത്താവ് എൻ്റെ പ്രാണനെ താങ്ങുന്നവരോട് കൂടെയുണ്ട്. ദാവീദിൻ്റെ അനുഭവം പോലെ ഒറ്റിക്കൊടുക്കലിൻ്റെ സാഹചര്യങ്ങൾ ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ ഇടയില്ല. എന്നാൽ ജീവിതത്തിൽ മറ്റു അനേക പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകേണ്ടി വന്നവരാണ് ദൈവമക്കൾ. നാം പ്രതീക്ഷ അർപ്പിച്ചവർ മാറിപ്പോകാം, കൈത്താങ്ങൾ ഏകേണ്ടവർ ശത്രുക്കളായി തീരാം. നാം പ്രതീക്ഷയോടെ വളർത്തിക്കൊണ്ടുവന്ന മക്കളും നാം ആത്മാർത്ഥതയോടുകൂടെ സ്നേഹിച്ചും കരുതി സംരക്ഷിച്ചും പോകുന്ന സഹോദരങ്ങളും ബന്ധുജനങ്ങളും മനസാക്ഷിയില്ലാതെ നമ്മോട് പെരുമാറിയെന്നും വരാം. എന്നാൽ ദൈവത്തെ അക്ഷയമായി സ്നേഹിച്ച് തൻ്റെ വഴികളിൽ നടന്നു പോകുന്നവർക്ക് ഒരിക്കലും നിരാശപ്പെടേണ്ടി വരികയില്ല. ആരെല്ലാം നമ്മെ മറന്നാലും, ആരും നമ്മെ താങ്ങിയില്ല എങ്കിലും ദൈവം നമ്മെ തൻ്റെ കരങ്ങളിൽ താങ്ങിക്കൊള്ളുമെന്ന വാഗ്ദത്തം നമുക്ക് ദൈവമക്കൾക്ക് തന്നിട്ടുണ്ട്. ആമേൻ. ഒരു ദൈവ പൈതലിനെ ദൈവം താങ്ങുന്നത് അവൻ ജീവിതത്തിൽ ഏതെങ്കിലും പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ വരുമ്പോൾ മാത്രമല്ല, നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്ന സമയം മുതൽ ദൈവം താങ്ങുന്നു എന്നാണ് വചനം പറയുന്നത്. ദൈവിക കരുതൽ ഇല്ലാത്ത ഒരു നിമിഷം പോലും ഒരു ദൈവഭക്തന്റെ ജീവിതത്തിലില്ല. അതുപോലെ മാതാപിതാക്കൾ മക്കളെ പോറ്റി വളർത്തുന്നതിൻ്റെ പിന്നിൽ പല ഉദ്ദേശങ്ങളും പ്രതീക്ഷകളും ഉണ്ടെങ്കിലും അവയിൽ പ്രധാനമായത് തങ്ങൾ പ്രയാസമായി പ്രായമായും അവർക്ക് പ്രയാസവും പ്രതികൂലമെല്ലാം വരുമ്പോൾ, ആരോഗ്യം ശേഷിച്ച് കുറഞ്ഞ് വരുമ്പോൾ ഹല്ലേലൂയ, അവരുടെ തലമുറകളിൽ തങ്ങൾക്കൊരു താങ്ങും തണലുമായിരിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടെയാണ് അവർ ആഗ്രഹിച്ചുകൊണ്ടാണ് തൻ്റെ അവരുടെ കുഞ്ഞുങ്ങളെ, തലമുറകളെ സംരക്ഷിക്കുന്നത്. എന്നാൽ ദാവീദ് താൻ പോറ്റി വളർത്തിയ സുമൂഹനും സുന്ദരനുമായ തൻ്റെ മകൻ അബ്സലോം തന്നെ സിംഹാസനത്തിൽ നിന്നും ഇറക്കുകയും തൻ്റെ ജീവൻ തന്നെ വകഭരിച്ചുവാൻ തന്നെ പിന്തുടരുകയും ചെയ്തു. ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ ഏത് പിതാവിനാണ് ഉറക്കം വരുന്നത്? എന്നാൽ ദാവീദ് പറയുന്നു, ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ ഞാൻ ഉണർന്നുമിരിക്കുന്നു. പ്രിയ ദൈവവേദലേ, താങ്ങേണ്ടവർ ശത്രുക്കളായി ആയിക്കൊള്ളട്ടെ, വീഴാതെ ദൈവം താങ്ങിക്കൊള്ളും. താങ്ങുവാനും സഹായിക്കുവാനും ആരുമില്ലാതെ രാപ്പകൽ അയ്യം വിളിക്കുകയും അലറിക്കരയുകയും ചെയ്യുന്ന ജനകോടികൾ ഈ ഭൂമുഖത്തുണ്ട്. ആരോരും സഹായമില്ലാതെ പീഡിതരും നിരാശരും രോഗികളുമായി അനേകർ ദിനംതോറും മരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭൂമിയിൽ, എന്നാൽ അതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമായി രക്ഷിക്കപ്പെട്ട് ഒരു ദൈവവൈതലിന്
ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങളിലും ദൈവം ഒരു താങ്ങായി വെളിപ്പെടുമെന്ന് ആമേശ്വരം ഉറപ്പ് തരുന്നു. ദൈവം ഒരുവനെ താങ്ങണമെങ്കിൽ ആ വ്യക്തി ദൈവത്തിന് പ്രസാദമായ വഴികളിൽ നടക്കുന്നവരായിരിക്കണം. നമുക്ക് ആരോഗ്യവും പ്രസരിപ്പും ഉള്ളപ്പോൾ ദൈവവചനത്തിന് ജീവിതത്തിൽ സ്ഥാനം കൊടുക്കാതെ നമുക്ക് ബോധിച്ച വഴികളിൽ ഓടിയിട്ട് ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചാൽ ദൈവം താങ്ങുമെന്ന് ഉറപ്പ് പറയുവാൻ കഴിയുകയില്ല. ആകയാൽ ദിനം തോറും ദൈവത്തെ പ്രസാദിപ്പിക്കുകയും ദൈവിക കരുതൽ അനുഭവിക്കുകയും വേണം നാം. മറ്റുള്ളവരിൽ കൂടെ ദൈവം നമ്മെ താങ്ങുവാൻ ഇടയാകും. ആമേൻ. പലപ്പോഴും ആമേൻ, സ്തോത്രമല്ലേ, ദൈവം എല്ലായ്പ്പോഴും നേരിട്ട് നമ്മോട് സംസാരിക്കണമെന്നില്ല, നമ്മെ സഹായിക്കണമെന്നില്ല. ദൈവത്തിൻ്റെ കരുതലുകൾ മറ്റുള്ളവരിൽ കൂടെ നാം അനുഭവിച്ചറിയണം. അത് അനുദിനത്തിൽ നാം ആമേൻ ആരിൽ കൂടെ ആയാലും ഏത് വിധത്തിൽ കൂടെ ആയാലും മറ്റുള്ളവരിൽ കൂടെ ദൈവം നമ്മെ താങ്ങുകയും നമ്മെ നടത്തുകയും ഒക്കെ ചെയ്യും. ആമേൻ, സ്തോത്രം. അതുപോലെ രക്ഷിക്കപ്പെട്ട ഓരോ ദൈവ പൈതലിനെ കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നതും നാം മറ്റുള്ളവരെ അവരുടെ ആവശ്യങ്ങളിൽ താങ്ങണം എന്ന് തന്നെയാണ്. അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ജീവിതത്തിൽ നേരിട്ട പരാജയത്തെ ഓർത്ത് ദുഃഖിക്കുന്ന വലിയ ഒരു കൂട്ടം ജനസമൂഹമുണ്ട്. എന്നാൽ അനേകരും അങ്ങനെയുള്ളവരെ ആശ്വസിപ്പിക്കുന്നതിന് പകരം അവർക്ക് അധികം വേദന വരത്തക്ക വിധം കഠിനമേറിയ വാക്കുകൾ പറഞ്ഞ് അവരുടെ മുറിവിന് ആഴം കൂട്ടുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തളർന്നിരിക്കുന്നവരെ നാം വാക്കുകൊണ്ട് താങ്ങി ആശ്വസിപ്പിക്കണം. ബലഹീനരെ നാം താങ്ങണം. അനേകരും മറ്റുള്ളവർക്ക് ഗുണം വരുന്ന യാതൊന്നും ചെയ്തില്ല എന്നത് ആമേൻ വാസ്തവമാണ്. എങ്കിലും ആമേൻ, കർത്താവിൻ്റെ ദാസന്മാര്, ഈ പ്രഭാതം നാം മറ്റുള്ളവർക്ക് വേണ്ടി ഒരു പ്രാർത്ഥന കൈത്താങ്ങ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. ആമേൻ, സ്തോത്രം. സാമ്പത്തികമായി ആമേൻ കടഭാരങ്ങളിലായിരിക്കുന്നവർ ഒത്തിരി പേരുണ്ട്. ആരും സഹായിപ്പാനില്ലാതെ ആമേൻ ഭവനം പണിയുവാൻ ആമേൻ സാമ്പത്തികമില്ലാതെ, ആലയം പണിയുവാൻ സാമ്പത്തികമില്ലാതെ, കുഞ്ഞുങ്ങളെ വിദ്യാഭ്യാസം ആമേൻ സ്തോത്രം നടത്തുവാൻ ആമേൻ സാമ്പത്തികമില്ലാതെ, വിവാഹ കഴിപ്പിച്ചയക്കാൻ സാമ്പത്തികമില്ല, അങ്ങനെ ആമേൻ രോഗികളായിരിക്കുന്നവർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുവാൻ സാമ്പത്തികമില്ലാതെ ആമേൻ നിലവിളിക്കുന്ന ആമേൻ പ്രിയപ്പെട്ടവരെ, ആമേൻ നമുക്ക് ദൈവം സാമ്പത്തികം തരുന്നത് ആമേൻ അവരെ താങ്ങുവാൻ വേണ്ടിയിട്ട്, നമുക്ക് ആരോഗ്യം തരുന്നത് ഒരു മനുഷ്യരെ താങ്ങുവാൻ വേണ്ടിയിട്ടാണ്. ആമേൻ വീഴുവാൻ ഒരു മനുഷ്യൻ നിൽക്കുമ്പോൾ ആമേൻ ആ വീഴുന്നവനെ താങ്ങണമെങ്കിൽ താങ്ങുന്നവന് ആരോഗ്യം വേണം, അവന് കഴിവ് വേണം. എങ്കിൽ മാത്രമേ അവൻ താങ്ങുവാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ആമേൻ സ്തോത്രം, നമുക്ക് ദൈവം ആമേൻ നന്മ ഒരുക്കുന്നെങ്കിൽ, സാമ്പത്തികങ്ങൾ ഒരുക്കുന്നെങ്കിൽ, ആമേൻ ദൈവം നമുക്ക് വേണ്ടി അതിൻ്റെ ഭദ്രതകളെല്ലാം ആമേൻ കരുതുന്നുണ്ടെങ്കിൽ, ഈ ദിവസങ്ങളിൽ മറ്റുള്ളവരെ ഓർത്ത് ആമേൻ താങ്ങുന്നവരും പ്രാർത്ഥിക്കുന്നവരും കരുതുന്നവരുമായി നമുക്ക് മാറാം. അതിനായി നമ്മെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം, കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, ആണ്ടിൻ്റെ രണ്ടാമത്തെ പ്രഭാതം കാണുവാൻ സ്വർഗം തന്ന വിലയേറിയ ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ ആമേൻ സ്തോത്രം വെള്ളിയാഴ്ച പ്രഭാതത്തിൽ കർത്താവ് ആമേൻ ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഉപവാസങ്ങളിലും പ്രാർത്ഥനകളിലും ആയിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. പല രാജ്യങ്ങളിൽ കർത്താവെ ആമേൻ വിശുദ്ധ ആരാധനയായി കൂടി വരുന്ന ആമേൻ നാടുകളുണ്ട്. കർത്താവെ, അവിടെ എല്ലാം ഞങ്ങൾ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്തു. ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം സ്വർഗം തന്നതിനായി സ്തോത്രം. ഈ വചനം ശ്രവിക്കുന്ന എല്ലാ ദൈവക്കുഞ്ഞുങ്ങളെയും കർത്താവെ ഞങ്ങൾ നിറഞ്ഞ ഹൃദയത്തോടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങൾ ദിനവും ഓർത്ത് പ്രാർത്ഥിക്കുന്ന ആമേൻ ഞങ്ങളെയും ദൈവം ബലപ്പെടുത്തണം, ശക്തീകരിക്കണം. ഞങ്ങളുടെ ആവശ്യങ്ങളും ദൈവം ആമേൻ നന്നായി അറിയുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഇയ്യോബിൻ്റെ സ്നേഹിതർക്ക് വേണ്ടി ഇയ്യോബ് പ്രാർത്ഥിച്ചപ്പോൾ ഇയ്യോബിൻ്റെ സ്ഥിതിക്ക് മാറ്റമുണ്ടായതുപോലെ സ്വർഗ്ഗം ഞങ്ങളുടെ ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയ ഭൗതിക നന്മകൾ നൽകി മാനിക്കണം, ആദരിക്കണം, അനുഗ്രഹിക്കണം, മഹത്വം എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.